എല്ലാവർക്കും അക്കുവിൻ്റെ തട്ടുകട എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിബജിയാണ്. ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ചിലയിടത്ത് ഉള്ളിവടയെന്ന് പറയും, ചിലയിടത്ത് ഉള്ളി ബജി എന്ന് പറയും. ഇപ്പോൾ ഉള്ളി നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തേക്കുവാണ്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മൈദ, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് 1 സ്പൂണോളം, പിന്നീട് ഒരു 5 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഉള്ളിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം നമ്മൾ വെക്കണം. അതാകുമ്പോൾ സവാള നല്ലപോലെ അലിഞ്ഞ് അത് മാവുമായിട്ട് ചേർന്ന് നല്ലപോലെ മിക്സായി കിട്ടും. എന്നിട്ട് 15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ എണ്ണ ചൂടാക്കി ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 2 സ്പൂണ് മൈദ ഇടാൻ പോവുകയാണ്. നമ്മൾ മൈദ ഇട്ടു. ഇനി ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടിയാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂടി നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ 1 സ്പൂണിന് അരിപ്പൊടിയോളം ഇടുന്നുണ്ട്. ഇപ്പം നമ്മളിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റോളം നമ്മളിത് ഇങ്ങനെ മിക്സ് ആകാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ട പിടിച്ച് പരത്തി എടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് മുക്കി വറുത്തെടുക്കാം.